പാപ്പാ, ഞാൻ ആവേശത്തിൽ പുറത്ത് വന്നതാ. അയ്യോ. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। मैं महादेव। तो दोस्तों, आज हम देखने वाले हैं आदू 2 फिल्म को। इससे पहले हमने आदू फिल्म देखी थी जो कि हमें काफ़ी पसंद आई थी। उस फिल्म का अगर आपने रिएक्शन वीडियो नहीं देखा है तो आप हमारे चैनल पर उसे देख सकते हैं। तो बिना किसी देरी के हम आदू 2 फिल्म को देखते हैं। इस फिल्म को डायरेक्ट किया है मिथुन मनवेल थॉमस ने, और इस फिल्म में स्टार कास्ट में पहले की तरह ही जयसूर्या, सैजू कुरूप, विनायकन, ये सब एक्टर हैं। तो बिना किसी देरी के हम देखते हैं आदू 2। लेट्स वॉच। आदू 2। साहब खाना खाना तुम कौन है ये? ഇനി ഒമ്മാര് കൊണ്ട് തരില്ലേ, പറ്റിക്കോ? क्या साहब? ഒന്നുമില്ല, കഴിച്ചോളാൻ പറഞ്ഞതാ. എന്ത് പറഞ്ഞു? ഏതുല്ല, ഹോഗി ഹോഗി. भिखारी आ गया हैं, उसे गाड़ी में बैग डाल दे। अच्छा अच्छा, ये चुप रहो. शायद कोई प्लान है इनका, है ना? उसे देना था शायद इन्हें। ओके. मेरा सपनों की रानी कब आएगा तो पार में. അന്യ ബുദ്ധിയാണല്ലോ. ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി കുറെ പീസുകളായിട്ടാ. बहुत सारे टुकड़े भेजे हुए हैं फोटोज के साथ। സ്റ്റേഷന്റെ പേര് ഗോമംഗലം. അവിടെ അവര് മാത്രമേ കാണൂ. വേറൊരു കാട്ടുമാക്കാനും കയറാത്ത സ്റ്റേഷനാണ്. वो हमें അവര് വരില്ല. എന്റെ പൊന്നു മണ്ടന്മാരെ, ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഇറങ്ങിയാൽ മതി. इन्हें समझ में आती लेकिन बोल नहीं आती। ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കഴിയുമ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. हैं? क्या हो गया? എടാ ബുദ്ധൂസേ, സ്റ്റേഷന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ഗോമംഗലം. स्टेशन का नाम तो चलता गोमंगलम। അയ്യോ, ഷെട്ടിക്ക് ഒരു സംശയം തോന്നില്ല. ഒന്ന് ആഞ്ഞടിക്കടാ. हैं? इस पे ही माना था उन्होंने, कुछ प्लान बना रखा उन्होंने। इसको किडनैप करने का प्लान है। നിങ്ങളാരും വിശ്വസിച്ചില്ല. അത് നമുക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും എന്നെ സംശയിച്ചു. നൗ ലുക്ക്, നമ്മൾ കോടീശ്വരന്മാരാകാൻ പോന്നു. वही बेहोश कर रहे हो उसे। ये तो उससे ले ही नहीं गए, उन्होंने तो उसे यहीं छोड़ दिया। अच्छा, इसे नहीं उसके बारे में कुछ पता है। अरे क्या हुआ प्रभाकरन? नहीं, ऐसे तो नहीं था उसका प्लान। शायद यही था उसका प्लान। क्या पता, क्या पता। शेट्टी, यू बुक्ड. सुरेश ने सब बोला. इसी को पकड़ना रखे हैं। वो तो बेहोश हो गया, हॉस्पिटल पहुंच गया है। उसने मारा कितने जोर से उसके सर में, इतने बड़े डंडे से। സർ, ഗുഡ് ഈവനിങ് സർ. ഇല്ല സർ, തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് സർ. ये था ना आदू में, ഒരുത്തൻ ചതിക്കൂന്ന് കരുതിയില്ല. അതെങ്ങോട്ടാ പോയതെന്ന് കിട്ടിയോ? उसमें भी था അയാളുടെ ഫോൺ ക്രാക്ക് ചെയ്തു. ആ, സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസും മെസ്സേജ്. കോൺഷ്യസ് ആയാൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. see, the issue is a matter of credibility of our government. I know the serious. അതുകൊണ്ട് എവിടെയും റെസ്പോണ്ട്. उनके बारे में भी जानना चाह रहा है।
കൂടമായിട്ട് തീവണ്ടി മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ. തീവണ്ടിയല്ല, ഇനി ഉത്തര കൊറിയ അമേരിക്കയിലോട്ട് वो ट्रेन में बैठे हुए हैं दोनों. वो कहीं चले गए शायद, ऐसा लग रहा है मुझे. പ്രശ്നങ്ങളുമായി ये उधर ही പാപ്പൻ जा ഇവിടെ रहा है, തന്നെ. जहाँ उसने बोला സ്ത്രീ था. വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. പിന്നെ നീ മുമ്പ് ഓടിച്ചത് അമ്പാന്റെ വണ്ടിയല്ലേ? അറപ്പിച്ചു വിടറാ വണ്ടിയുടെ മുമ്പിൽ. पुलिस ने पकड़ लिया. चेकिंग हो रही है बस. ഉലുവാലായില്ല. ഇനി എപ്പോ അവിടെ നിന്ന് ഊരിപ്പോൻ പറ്റും? ശ്ശെ, ഇതെവിടെ? ഈ ഷാജി പാപ്പൻ എസ്റ്റേറ്റ് മുതലാളിയാ? ये भी था. पहले भी आदमी മറയൂർ വഴിയല്ലടാ വന്നത്. उससे लग रहा सैंडलवुड की स्मेलिंग चढ़ी. ചന്ദനമാണോ ചാണകമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പ്ലീസേ ലോഡ് മുഴുവൻ ഇറക്ക്. എന്നിട്ട് പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ തന്നു. അപ്പനോട് സാറ് സമാധാനം പറയേണ്ടി വരും. എന്നപ്പോ ഞാൻ നീക്കണം നിന്റെ മറ്റവനെ. थप्पड़ में. അവനോട് തന്നെ നേരിട്ട് സമാധാനം പറഞ്ഞോളാം. ഇനി നീ अब आए हो. വേണ്ടി വരില്ല സാറേ, അവരെത്തി. शादी पत्थर. कितनी खूबसूरत जगह ना. वही है कि दूसरा है ये वही है जो उसका दूसरा था. अब वो है ये. बाकी दो और भी आ गए. अच्छा 3 है. और एक साजी है ना. साजी उनके साथ क्या? ना ना पप्पा नहीं है. अब अब्बू है ना. अब ये तो अब्बू है. उसका नाम पूरा साजी पापा ഈ नहीं है. ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ. ഇവിടെ ചോദിച്ചാലും അറക്കല പോ. അതുകൊണ്ട് പിടിക്കുന്നു. आए साजी पप्पा. साजी उनके साथ नहीं था. बुलेट में आ रहा है इस बार. साजी. പാപ്പൻ എന്താണ് ശബരിമലക്കണാണോ? Yeah. ओ पुलिस वाला हाथ पकड़ लिया. അയ്യോ, ഇതെന്റെ പിള്ളേരാ സാറേ. ഇത് കുറച്ച് ചാണകം. उसको धक्का दे दो. पुलिस वाला से ये तो लड़ नहीं सकता. लड़ेगा तो पुलिस वाला इसको लेंगे नहीं. लड़ेगा क्या है? പാപ്പന്റെ ദേഹത്ത് തൊട്ടാ नदी में एक ने. സാറേ നീന്താ അറിയല്ലേ? നീ എന്നാണ് കരുതിയ? പാപ്പൻ വെറും 3-ാം കിട. അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടില്ല. അങ്ങനെയുള്ള എനിക്കും എന്റെ പിള്ളേർക്കും ഈ ചന്ദനം കിടത്തി ജീവിക്കേണ്ട കാര്യമില്ല. पहले तो पुलिस से डरता था, भयंकर है. ഇപ്പോഴോർത്ത് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഷാജിയേട്ടാ, നമുക്ക് കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതെന്നാടാ അല്ലാത്തത്? ചന്ദ്രകുട്ടി കുറച്ച് सैंडलवुड है थोड़ा सा. ചാണകത്തിന്റെ മണ്ണോടിക്കാതിരിക്കാൻ വേണ്ടി. अब डर गया.
എന്നാ അപരാധോടാ ക്ലീറ്റസാ നിങ്ങൾ കാണിച്ച്. ചന്ദനം കടത്താൻ ശ്രമിച്ചതിന് അത് തടയാൻ ശ്രമിച്ച ഡ്യൂട്ടി ഓഫീസർ ओ बैम 50,000 रुपए ഉപാധിയോടെ जुर्माना। പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും കേസിന്റെ വിചാരണ फंस गया। सीएम ऑफिस में घुस गया शायद है। अच्छा अच्छा ये मिनिस्टर बन गया अब। हाँ बैंकर उससे वजह से छोटा बड़ा नेता नहीं था। डर क्यों रहा था? गुंडा अच्छा ये तो वही वाला पुलिस वाला है ना। ഓഹോ നീയായിരുന്നു നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വിടരുതെന്നാണ്. सस्पेंड हो गया था पहले में ना शायद। इसने इसे अरेस्ट तो किया था नहीं किया था उस समय। അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? എടോ അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലടോ. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂട്. डरपोक बहुत ज्यादा പ്രൈവറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അവിടെ ഇരിക്കുകയും ചെയ്യും. इसने शायद इसे सस्पेंड कर रखा है। തന്റെ നെറ്റിയിലൊരു തിലകക്കുറി അത് പാർട്ടി ऐसे करता था ये। अच्छा अच्छा इन्होंने किया था फिर പാർട്ടിക്കാരും നാട്ടുകാരും എന്നെ സർബത്ത് പിഴിഞ്ഞൊരു പരിവാക്കി. इन्होंने किया था फिर इसके അവരൊക്കെ ഞാൻ വിട്ടതാ. എനിക്ക് ഉറപ്പ് ഹമേ കരിയണം. ये नाटक ही कर रहा है रोने का। പാറ എസ്ഐയെ ഒരുത്തനെടുത്ത് ഡാമിലേക്ക് എറിഞ്ഞു. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ? ഒരു അടിമയെ വേണം. पहले क्या समझता था खुद को अब क्या बन गया। മന്ത്രിയായതിന്റെ അഹങ്കാരം അവസാനം ഞാൻ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. फिर से आएगी अपनी ड्यूटी पे। उसने उसे वो कर दिया ना। ഒറ്റ ഡയലോഗ്. സസ്പെൻഷനില്ലാത്ത സമയത്ത് സാറിന്റെ തോക്ക് പിടിച്ചു മേടിച്ചു വെച്ചേ. അതെ, പിന്നെ ഇതേ തോക്ക് നിന്റെ അപ്പനെ കൊല്ലം ഞാൻ പഠിച്ച പുതിയ. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് വെടി അല്ല തോക്ക്. തോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു ആശാൻ ഒന്ന് जिसको नदी में फेंका था उसने। ആശാന് തീരുമാനിച്ച. अच्छा എല്ലാവരും ഒന്ന് പേടിച്ചു. എങ്ങും നിശബ്ദത. क्या स्पेनिश ने निमकी वाला। अरे वही तो याद आ रहा है। ഇവനോ ഭർത്താവ് ഈ കുരിശായിരുന്നോ? പോലീസിലെടുത്തു. അതല്ല സാർ മുൻ SI പ്രദീപ് കുമാർ സാർ. अबे ऐसे क्या कर रहा है साइन हिल्डन के हाथ। വെള്ളത്തിൽ പോയതാ നീ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ആഴ്ച ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം. ശരി കുമാരൻ പിസി എന്തോ അവനിച്ചിരി ബഹുമാനം. എന്നതിന് ഇങ്ങനെ നടന്നു ചവിട്ടിക്കാൻ സമയമായ അലറാതിരി ഷായ് പാപ്പോ. कौन आ गया? ആ നീയായിരുന്നു ഞാൻ തള്ള എന്നാ വിചാരിച്ചേ. അങ്ങനെയാടി ആ പ്ലാവിന്റെ ചപ്പൊന്ന് ये इसकी बहन रहती है ना शायद। वो बकरी इसी के पास है। अच्छा वो बकरी इसके पास है। वो सारी बकरियां हो गई।
उसके बच्चे के साथ തരും. उसके अंदर तो पावर आ गई थी शायद कुछ ना. എടേ ആ പാല് വിറ്റേന്റെ കുഞ്ഞു മുട്ടനാട് വിറ്റേന്റെ കാശ് എന്തിയടി? റേച്ചൽ മോളെ, നിന്റെ അപ്പൻ അതായത് എന്റെ ചേട്ടൻ തോമസ് പാപ്പൻ നിന്നെ അമ്മച്ചീനെ ഇട്ടേച്ചു പോയിന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. പക്ഷെ ഇപ്പൊ അമ്മച്ചീനെ നോക്കാനും ഈ പിങ്കിക്കുട്ടങ്ങളെ നോക്കാനും നടുവിനെ ചൂട് പിടിക്കാനും ഞാൻ വേണം. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നടക്കുന്ന ഒരു പാപ്പൻ. आगे से दोस्त എന്നാടാ ഒരു കോളുണ്ട്. കോളോ കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരുമ്പോ എന്നാ പറയണ അതാരാ? इसे पढ़ना नहीं आता शायद ना. साइन भी ऐसे कर रहा था वो. പന്നിമറ്റത്ത് जैसे वैसे का लिखना. ഷാജി പാപ്പനും ാതിരിക്കുകയോ ചെയ്താൽ പഞ്ചായത്തിന് സ്ഥലം തിരികെ വാങ്ങാനും കെട്ടിടം പൊളിച്ചു കളയാനുമുള്ള അധികാരമുള്ളതിനാലും നിലവിൽ ക്ലബിന്റെ മാസത്തിനകം പുനരുദ്ധാരണ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ക്ലബ്ബ് തുടങ്ങാൻ അനുവദിച്ച സ്ഥലം തിരികെ വാങ്ങുന്നതാണ് എന്ന് रिनोवेशन दोबारा से बना रहे शायद उस बिल्डिंग को. ഇനി എന്നാ ചെയ്യും കർത്താവേ? ഷാജേട്ടാ അങ്ങോട്ട് രാവിലെ ക്ലബ്ബ് ഒന്ന് നോക്കിയായിരുന്നു. ഇതാണോ പൊട്ടിക്കാതെ പാപ്പൻ എന്നെ കൊടുക്കാൻ പറഞ്ഞേ? चाय पीने के लिए मार गया. എന്തോ വലിയ കോളുണ്ടെന്ന് വിളിച്ചു പോണത് കേട്ടത്. അത് ഞങ്ങളുടെ ക്ലബിന്റെ अबे कौन है कौन है? अगली बार लगा रही. കള്ളൻ. സംഗതി അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിൽ നിന്നും കൊള്ളാവുന്ന ഒരു കല്യാണം വരെ ഞാൻ സമ്മതിക്കില്ല. അല്ല, പെങ്കൊച്ചുങ്ങളെയും ഞാൻ നല്ല നിലയ്ക്ക് കെട്ടിച്ചു വിട്ടു. പോരാത്തതിന് 10-60 ഏക്കർ സ്ഥലവും കുറെ കടമുറികളും എന്റെ പേരിലുണ്ട്. नहीं शादी का रिश्ता लेके आ रहा है. എനിക്ക് കെട്ടിച്ചു തരാമോ? अच्छा शादी करने के लिए आ रहा है. അങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കണതല്ലേ നല്ലത്. പ്രത്യേകിച്ച് മാർക്കോ കല്യാണം കഴിക്കാത്തതിന്റെ പേരില് അയൽവക്കത്തുകാർക്കാ പരാതി. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സ്നേഹം കൊണ്ടാ. शुगर ब्लड प्रेशर भी है. ആ പിള്ളേര് പോയി മര്യാദക്ക് ജീവിക്കട്ടെ അല്ല മോളെ. വാർദ്ധക്യ പെൻഷൻ മേടിച്ചിട്ട് വരണ പോലെ ഉണ്ടല്ലോടാ. अच्छा अच्छी घर आ रखे थे वो. സൂക്ഷിച്ചിറങ്ങും. ആള് ഭയങ്കര ഹെൽത്തി ആണെന്ന് തോന്നുന്നു. ഗാന്ധി ഇരിക്കുവായിരുന്നു. എന്നതാണ് വിഷയം? ഒന്നുമില്ല, മറ്റേ ക്ലബിന്റെ. ഓ അത് നീ അങ്ങ് നമ്മളും അയൽക്കാരല്ലയോ, നമുക്ക് അടിച്ചു പൊളിക്കണം. അങ്ങനെ വന്നാ നിന്റെ ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരും. വണ്ടി ഇറ. അവൻ ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അല്ലേലും ഈ വേലയും കൂലി ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടി കല്യാണവും കുടുംബജീവിതവും. ये वो लड़की लगती क्या इसकी पता नहीं. പാപ്പന് വിഷമായി. ഒരു സൈക്കിളിൽ കയറി അത് വന്നത്. क्या है लेटर आया. ജപ്തിയിലാണോ? ഇനി എന്തെടുത്ത് ജപ്തി? വായിച്ചു നോക്കട്ടെ. മഹീന്ദ്ര इससे भी नहीं आता. इससे भी नहीं आता. महेंद्र को महेंद्र बाबू ഇംഗ്ലീഷ്. दोनों को नहीं आता पढ़ना. പാപ്പനത് കിട്ടുമോ? രൂപ. പിന്നെ പരിശീലനവും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൂടി കുറച്ച് കാശ് വരും. अच्छा इंटरनेशनल പക്ഷെ ജയിച്ചാലുണ്ടല്ലോ के लिए गेम खेलना चाहते हैं ये. പിന്നല്ലാണ്ട് ഞങ്ങളെല്ലാം കൂടി ആഞ്ഞൊരു വരി വലിച്ച് ഞാൻ കപ്പ് ഇങ്ങ് को बना रहे शायद. പിന്നെ അമ്മയ്ക്ക് രാജകുമാരി അല്ലയോ രാജകുമാരി. हो भी सकता है. तो फिर मांग रहे കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കാശൊന്നും ഇല്ലല്ലോ. അപ്പൊ അമ്മച്ച അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ?
ओ अच्छा। घर के डॉक्यूमेंट मांग रहा ഭയങ്കര മാർക്കാലി. ഇതെന്താണ് കാക്കരശ്ശിനാളോ? पता नहीं गिरवी रखना चाह रहा है कि बेचना चाह रहा है ये। कैसे करके मांग रहा था वो? അമ്മച്ചി തന്നതായി നെറ്റി കാണുന്നത്. ഓ അതൊന്നും തന്നില്ലടാ. ആധാരം പതുക്കെ ഞാനങ്ങ് അടിച്ചു മാറ്റിയായിരുന്നു. പകരം ഒരു കളർ വോട്ട്. 44 डॉक्यूमेंट। പിടിക്കുകയും ചെയ്യും. और उसने उसके साथ फोटो कॉपी कराया है, तुम्हारे रख दिए होंगे। ये भी था पुरानी फिल्म में ना, आदि में. ഇക്ക ഇന്നും 5-6 പേര് കാണാൻ വന്നിട്ടുണ്ട്. എവിടെ अच्छा ये देगा रुपए शायद. പിന്നെ ഒരു കാര്യം, നമ്മളെ പലിശ ഇത്തിരി കട്ടിയാ. പിന്നല്ല. മാസം കഴിയുമ്പോ 2 ലക്ഷത്തി ആയിക്കോട്ടെ. പിന്നാലെ തന്നെ ഞാനും ലോനപ്പനും 2 വായും തലണേറ്റ് അതും ഉണ്ടാവും. അയ്യോ എന്തേ വേണ്ട. അതുകൊണ്ട് വരിയല്ലേ നമുക്ക് പ്രധാനം. ഐശ്വര്യമായിട്ട് കാശ് പിടിച്ചോളി. നീ മേടിക്കാൻ പാടില്ല. मिल गए 2 लाख रुपए. കാര്യത്തിലുള്ള ഒരു പ്രാർത്ഥന. ഇഞ്ചിക്കുന്നതിനും പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? എന്നാ ശരിയാണ്, നടക്കട്ടെ. ഓ ഭർത്താവ് ഇപ്പോഴും ദുബായിൽ നാട്ടിലുണ്ട്. അത് ശരി. ഇയാളൊക്കെ എന്നാത്തിന് ഇങ്ങോട്ട് വരുന്നത്? ആ വിളിച്ചോ വിളിച്ചോ. ഇതാര്? എടാ ഓവേ, ഈ പാർട്ടി में ക്ലബിന്റെ കാര്യമാണ് നടക്കല കേട്ടോ. ഇനി 2 ആഴ്ച കൂടിയേ സമയമുള്ളൂ. നീ അവളോട് സംസാരിച്ചായിരുന്നോ? ഷാജിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. പക്ഷേ ഇതൊക്കെ 2 അടിക്കാണ്ടെങ്കിലും झूठ तो नहीं पड़ेगा इससे. झूठी बोल रहा नंबर है। छाप लेगी। इस तरह की बात उससे। ഉദ്ദിപ്പിക്ക जानू से तो नहीं पिला रहे उसे? ഇച്ചിരി വിഷമത്തോടെയാണെങ്കിലും ആ കൊച്ചു സമ്മതിച്ചെന്ന് പറയായിരുന്നു. അവക്കല്ലേ എത്ര വേണം? അല്ലത് झूठ बोल रहे थे को. അപ്പോ ഉദിപ്പിക്കാന് ഒന്നിനും പറ്റാത്ത കൊണ്ടാണ് പരസഹായത്തിന് കൂടെ കൊണ്ട് നടക്കണെന്നാണ് ജനസംസാരം. ഈ ആന്റണി പുതപ്പിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ കൊച്ചിന് സംശയം ഉണ്ടാവൂലേ? അത് നേരാ. ചില ഡ്രൈവർമാരെ നമ്പാൻ പറ്റില്ല. നീ ശരിയാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? റോൾഡ് വോൾട്ട് എന്ന് കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. വാടാ. നിന്നെ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു. ക്ലീനസ് इन्होंने जानबूझ के उसको ये चीजें बोली ताकि ये उसे हटा दे अपने साथ से. പറ, അവളുടെ അച്ചായം വലിയ മറ്റേതാണ്. മറ്റേതാ? ആ എടാ, ഈ പിള്ളേരൊക്കെ പറയത്തില്ലോ पता नहीं कहाँ ठोकता गाड़ी. हाँ जानबूझ के पिलाया. देखिए लग रहा है उसके फेल कर. जानबूझ के किया. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉതുപ്പ് ये प्लान था इनका. പ്രതിപക്ഷ സമരത്തിന്റെ ഇടയിലേക്ക് മദ്യലഹരിയിൽ ओ इसका अरेस्ट कर लिया. अच्छा उसको अरेस्ट എന്നെ कर കൊടുക്ക തരുവോ അതിന്? എന്തോന്നടാ? ये लड़की कैसी बहन है क्या ये? पता नहीं. ना बहन तो नहीं हुई. ശരിക്കും നന്നായിട്ടുണ്ട്. നന്നായിട്ടൊന്നും ഇല്ല, എരിവ് കൂടിപ്പോയി, ജീരകവും. अच्छा ये शायद इसे पसंद करती है लग रहा मुझे. ये भी शायद उसे लाइक करता है, इसीलिए उसने ऐसा किया. നോക്കിയത് കിട്ടിയത് കിണ്ടിയായത് നിന്റെ ഭാഗ്യം. फर्स्ट पार्ट में तो किसी और लड़की को लाइक അവന് करने लगता ആധാരം था. പണയം വയ്ക്കാൻ ചോദിച്ചു. नहीं, जिस घर में वो थी ना बकरी, ये लड़की तो थी शायद वो. नहीं वो दूसरी थी. दूसरी थी वो. मुझे लग रहा है ये लड़की थी वो. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? क्या कर रहे हैं आप? सब्जी बेच रहे हैं? हाँ ये तो वही है ना जिसके पास बहुत सारी कंडते थी.
सब सब्जियां उनके पास കൊല ഇപ്പം തന്നെ തീറിയാന് എന്റെ तो हिंदी फिल्मों में रहता था ना வாகனம் மயில் வாகனம் போய் சொல்லு சரி, சரி. காய்கறி வெட்டுறதுக்கு கை करोड़ो मैं आ रहा हूँ അങ്ങോട്ട് ചെല്ലാന് माने माने உனக்கு 1000 வாட்டி சொல்லிருக்கேன் மார்க்கெட்டுக்கு டேய் இவன் அடுத்தவன ஜாவரி பாட்டா वो तो सो गया போடா